ഉണ്ടാക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവോള ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ടൊമാറ്റോ പൂരിയാണ്. ഞാനിവിടെ 2 തക്കാളി വെച്ചിട്ട് ടൊമാറ്റോ പൂരി ഉണ്ടാക്കിയത്. ടൊമാറ്റോ പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് തക്കാളി നമ്മൾ നന്നായിട്ട് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആ തക്കാളിയുടെ പുറത്ത് സ്കിന്നൊക്കെ വിട്ടു പോകുന്ന തുടങ്ങും. ആ സമയമാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം. അവിടെ തക്കാളി നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ തക്കാളിയുടെ പുറത്ത് സ്കിന്നെടുത്ത് മാറ്റാം. എന്നിട്ട് വെള്ളം ചേർക്കാണ്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഈ വിനീഗർ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം, പുഴുങ്ങിയെടുത്ത മുട്ട വേണം. പിന്നെ കറിയിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഇനി കറിയാക്കാന്ന്. ഇനി നമുക്ക് കറിയിലേക്കുള്ള മസാല ഉണ്ടാക്കാം ഏറ്റവും ആദ്യം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഈ ജീരകത്തിൽ നിന്ന് പകുതി നമുക്ക് ഈ തേങ്ങയുടെ കൂടി ഇട്ടിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ബാക്കിയുള്ള ജീരകം നമ്മൾ സവോള നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം ചേർക്കാം. തീ ചെറുതായിട്ട് കുറച്ച് വെക്കാം. കുരുമുളക് ചേർക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ആ ജീരകം നമ്മൾ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇപ്പൊ തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തേങ്ങയുടെ നല്ലൊരു സ്മെല്ല് വരും. ആ സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പൊ മല്ലിപ്പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്ന മസാലപ്പൊടികളുടെ എല്ലാത്തിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ജാറിലേക്ക് ഇടാം. ഇനി ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ആ ജീരകം ചേർത്ത് വഴിക്കാണ് സവോള ചേർക്കാം. കാരണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഈ സവോളയ്ക്ക് നന്നായിട്ട് മൊരിയണം. അപ്പോൾ സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെയും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടിയും ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കറി നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ പൂരിയൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞിട്ട് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ മസാല ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി മൂടി വയ്ക്കാം. ഇപ്പം എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ടൊമാറ്റോ പൂരി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്.
ഈ കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഒരുപാട് ഗ്രേവി ആവശ്യമില്ല, ചെറുതായിട്ട് തിക്കായിട്ട് ഇരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം ടൊമാറ്റോ പ്യൂരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടാമത്തെ ഉപ്പ് ചേർക്കുമ്പോൾ പിന്നെ ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി നമുക്ക് മൂടി വയ്ക്കാം. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ കറിയുടെ മുകളിൽ എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വരും. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചേക്കണം മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ നമുക്ക് മുട്ട നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ആ മസാല ഉണ്ടാക്കിയ സെയിം പാൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ഈ ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ഈ മുട്ടയുടെ മുകളിലേക്ക് നമുക്ക് ഓരോ നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇടാം. നമ്മുടെ മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറി റെഡി ആയി കഴിയുമ്പോൾ കറിയിലേക്ക് നമുക്ക് ഈ മുട്ട ചേർക്കാം. ഇപ്പോൾ കറിയുടെ ഗ്രേവിക്ക് നന്നായിട്ട് തിക്കായിട്ട് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കാം. അത് ആദ്യം കുറച്ച് ചേർക്കാം, എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ കറിയിലേക്ക് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണം മുട്ട ചേർക്കാം. നമ്മുടെ ചെട്ടിനാട് എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.